ഹൃദയമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ കൽബിൽ അല്ലാഹുവിനെ ഇവിടെ സ്ഥാനം വെക്കാന്ന് പറഞ്ഞാൽ ഇത്ര പോകുന്ന സ്ഥലത്ത് നമ്മളീ കൽബ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ മുഷ്ടി, നമ്മളെ കയ്യിന്റെ മുഷ്ടി, അത്ര വലിപ്പമുള്ള ഈ സാധനം അതാ ഹൃദയം എന്ന്. അതല്ല, അത് ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റിയ ഒക്കെ പിന്നെ ഇറച്ചിയാക്കാൻ പറ്റിയ സാധനമാണ്. ഈ ഹൃദയം എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ ആത്മാവ്, അത് നിലകൊള്ളുന്ന അതിന്റെ കേന്ദ്രമാണ് ഈ പറഞ്ഞ ഹൃദയം. അപ്പൊ ഹൃദയത്തിൽ നാം അള്ളാഹുവിന് കൊടുത്ത സ്ഥാനം എങ്ങനെ അള്ളാഹുവിന് ഹൃദയത്തിൽ അറക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ഹൃദയം 100% റബ്ബിന് വേണ്ടിയാണെങ്കിൽ റബ്ബ് 100% നമുക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ല, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ പടച്ച റബ്ബിന് അല്ലെങ്കിൽ അവന്റെ ദിക്റിന് നാം 10% കൊടുത്തതെങ്കിൽ റബ്ബിന്റെ അടുക്കൽ 10% നമുക്കുള്ള സ്ഥാനം. അല്ല 50-50 ആണെങ്കിൽ അത് 50-50 തന്നെ. അപ്പോ റബ്ബിന്റെ അടുക്കലുള്ള സ്ഥാനം മനസ്സിലാക്കാൻ റബ്ബിന്റെ ദിക്റ് നമ്മുടെ ഹൃദയത്തിൽ എത്ര കണ്ട് നടക്കുന്നുണ്ട് എന്ന് ഒരാത്മപരിശോധന നടത്തുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള പ്രായോഗികമായ മാർഗം. അതാണ്. അപ്പൊ കസീറായ ദിക്റ് എന്ന് പറഞ്ഞാൽ ഈ ശ്വാസത്തിന്റെ ദിക്റ്, അംഫാസിന്റെ ദിക്റ്, ഇതാണ് യഥാർത്ഥത്തിൽ കസീറായ ദിക്റ്. ഈ ദിക്റ് ചെയ്യുന്ന ആളുകൾ വിജയിക്കുമെന്നും ഇനി ഇപ്പുറത്ത് സൂറത്തുൽ മുനാഫിഖീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ മുതൽ നിങ്ങൾ മുടക്കാൻ പാടില്ല, മുതൽ തടസ്സമാവാം, സാമ്പത്തിക കാര്യങ്ങളൊന്നും മുടക്കാൻ പാടില്ല, നിങ്ങൾ മക്കൾ ഇതിന് തടസ്സാകാൻ പാടില്ല, നിങ്ങൾ ഒന്നും തന്നെ ഇതിന് തടസ്സാകാൻ പാടില്ല. ഒമൻ യഫ്അൽ ദാലിക, ആർക്കെങ്കിലും അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അവന്റെ ഈ ഭൗതിക കാര്യങ്ങൾ തടസ്സമാവുന്നുവെങ്കിൽ ഉലൈക ഹുൽ ഖാസിറൂൻ, അത് തീർച്ചയായിട്ടും പരാജിതരാണ്. അപ്പോ വിജയികൾ ആരാണ്, പരാജിതരാരാണ്, ബുദ്ധിമാനികൾ ആരാണ്, നാം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പടച്ച റബ്ബ് വളരെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറെ കഥ പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബുദ്ധിമാനികളായ ആളുകൾക്ക് വളരെ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഇവ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ദിക്റ് ചെയ്യുന്നതാണ്. പക്ഷെ എന്താ ദിക്റ്? നമ്മൾ ദിക്റ് കസീറായ ദിക്റാവാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല. കാരണം അവർ പറയുന്നത് നമ്മൾ നേരത്തെ നിസ്കരിക്കുന്നുണ്ടല്ലോ, 5 വക്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, പിന്നെ കുറെ ചെല്ലിപ്പാടുന്നുണ്ടല്ലോ. എന്താ ഇപ്പൊ ചെല്ലിപ്പാട് എന്ന് പറഞ്ഞ ചെല്ലിപ്പാടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലാതെ ഞാൻ എന്ത് പറയുമ്പോൾ എനിക്ക് പേടിയ. കാരണം ഞാൻ ജീലാലിന്റെ ആളായതുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടെയുള്ള സംസാരമായി മാറണം. അപ്പൊ ചെല്ലിപ്പാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ചെല്ലിപ്പാടിയിട്ടൊന്നും കാര്യമില്ല. എന്ത് ചെല്ലുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും റബ്ബിന്റെ ദിക്റ് കൽബിൽ ഹൃദയത്തിലില്ലാതെ, മനസ്സ് റബ്ബിനോടുകൂടെ ബന്ധപ്പെടാത്ത ഏത് അമലായിരുന്നാലും, അത് കർമ്മമായാലും ശരി, ചെല്ലലായിരുന്നാലും ശരി, പാടലായിരുന്നാലും ശരി, അതുകൊണ്ട് കാര്യമില്ല. അതൊരു തരം കാപട്യമാണെന്ന് മഹാനായ അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരൊക്കെ പറഞ്ഞു. കുല്ലു അമലിൻ ലാ യഹ്റുഹു ഫീഹിൽ അബ്ദു മാ റബ്ബിഹി ഫഹുവ ബിന്നിഫാഖി അസ്ബഹു ഫഹുവ കൽ മൈതത്തി. ഏതൊരു അമലും ഏതൊരു സംഗതിയും, അത് ചെല്ലലായാലും ചെയ്യലായാലും പാടലായിരുന്നാലും ശരി, ഏതൊരു കാര്യം ഏതൊരമലും ലാ യഹ്ദുറു ഫീഹിൽ അബ്ദു മാ റബ്ബിഹി, ആ പ്രവൃത്തിയിൽ ഈ അടിമ റബ്ബിനോടുകൂടെ മനസ്സാന്നിധ്യമില്ലാതെ അവന്റെ കൽബ് ഒരിക്കലും റബ്ബിനോട് കൂടെ അല്ലാതെ നിൽക്കുവാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹോക്കൽ മൈതത്തി, അതൊരു ശവം പോലെയാണ്. ചത്തമായ നമ്മളെ ചത്ത എന്നറിയില്ലേ?
സാധനം ഉള്ളിലേക്ക് ചത്താന്ന് പറയുന്നത് ചത്തയാണ്. അത് നിഫാക്കിനോട് കാപട്യത്തോട് കൂടുതൽ അടുത്തതാണ്. അപ്പൊ ഇതൊക്കെ ഒരുതരം കാപട്യം തനി കാപട്യം എന്നല്ല, ഒരുതരം കാപട്യമാണ് തെളിപാടെന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ യഥാർത്ഥത്തിൽ തന്നെ മർമ്മം അറിഞ്ഞ് കാരണം അറിഞ്ഞ് അതിന് ചികിത്സിച്ച് നമ്മുടെ അമലുകൾ മുഴുവനും നിഫാക്കല്ലാത്ത പരിശുദ്ധ ഈമാനായി മാറണം. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മൂമിനായ മനുഷ്യന് അവൻ ഉദാഹരണപ്പെടുത്തിയിട്ടുള്ളത് അവന്റെ ഖൽബിൽ അടിയുറച്ച ഈമാൻ, അതിൽ നിന്ന് ഉടലെടുക്കുന്ന അവന്റെ വാക്കുകളും പ്രവൃത്തികളൊക്കെ ഒരു വലിയ മരം പോലെ ഉപമിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആ നിലക്കായി മാറണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നന്നായിട്ട് പണി വേണം, ഖൽബിൽ പണി വേണം. കുല്ലു അമലിൻ ലം യഹ്ദുൽ അബ്ദു മഅ റബ്ബിഹി ഫൗഖൽ മൈസത്തി വ ബിന്നിഫാഖി അസ്ബഹു. അപ്പോ ഖൽബ് ബന്ധപ്പെടാതെ ഖൽബിൽ ദിക്റില്ലാതെ കണ്ട അമൽ ചെയ്തു കഴിഞ്ഞാൽ, ചെല്ലിപ്പാടൽ കഴിഞ്ഞാൽ, അതപ്പോ നമ്മൾ പറഞ്ഞു ചെല്ലിപ്പാടി കഴിഞ്ഞാൽ അതൊക്കെ നിഫാഖ് മാതിരിയാണെന്ന് മഹാനായ അലിയുൽ ഹവ്വാസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, നമ്മൾ നേരം വെളുക്കാൻ കുറച്ച് ഔറാദ് ചെല്ലിയത് കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ചെല്ലിപ്പാടിയത് കൊണ്ട് ഒന്നും പരിപൂർണ മൂമിനീങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ സാധ്യമല്ല. മഹാനായ ഇമാം ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഫഖദുൽ ഹലാവത ഫീ സലാസത്തി അസ്യാ, 3 കാര്യങ്ങൾ ശരിക്കും മധുരത്തോടുകൂടെ നിങ്ങൾ ചെയ്യണം. അതൊരു കർമ്മമായിട്ട് ഒരു വഴിപാടായിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്തു പോകാൻ പാടില്ല. 3 കാര്യം തഫഖദുൽ ഹലാവത ഫീ സലാസത്തി അസ്യാ, 3 കാര്യങ്ങളിൽ ശരിക്കും മധുരം വേണം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ. എന്താ? ഫിസ്വലാത്തി, ഒന്ന് നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് ശരിക്കും നിങ്ങൾ ശരിക്കും മധുരം അനുഭവിക്കണം. അപ്പോഴത് നിസ്കാരമായി മാറുന്നത്. ദിക്റില്ലാഹി, അതുപോലെ തന്നെ ദിക്ർ ചെല്ലുന്ന സമയത്ത് അതിൽ മധുരം വേണം. തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ 3 സമയത്ത് നമുക്ക് എന്ത് വേണം? മധുരം വേണം എന്ന് ആര് പറഞ്ഞു? മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെല്ലിപ്പാടുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞത്. നമ്മൾ രാവിലെ എണീച്ച് ഖുർആൻ ഓതുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മൾ 5 നേരത്ത് നിസ്കരിക്കുന്ന ആളുകളാണ്. അതിനൊപ്പം വേറെയും ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകളാണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഖുർആൻ ഓത്ത് അതിന് ചെല്ലലായി മാത്രം പോകാൻ പാടില്ല. ഖുർആൻ ഓത്തിൽ നമുക്ക് ശരിക്കും മധുരം വേണം. അതിൽ മധുരം കണ്ടെത്തണമെന്നാണ് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് മഹാനായ ഔസ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഖുർആൻ ഓത്ത് എന്ന് പറഞ്ഞ 2 സൈസ് ഓത്തുണ്ട്. അത് മുനാഫിഖീങ്ങൾക്ക് ഖുർആൻ ഓതാൻ വലിയ പണിയാണ്. നഖലുൽ ഹിജാറത്തി അലൽ മുനാഫിഖി അസ്ഹലു മിൻ ഖിറാഅത്തിൽ ഖുർആൻ. ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം പാറ പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഏട് ഖുർആൻ ഓതുന്നതിനേക്കാളും മോൻ ഏറ്റവും എളുപ്പം. മഹാനായ ഔസ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളൊക്കെ ഇപ്പോ ഖുർആൻ ഓതാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കുക. ഏതായാലും റബീഉൽ അവ്വൽ മാസമാണ് വരുന്നത്, സംഗമം കഴിഞ്ഞ് പോകുമ്പോൾ നല്ലൊരു സംഭവമായി മാറണത്. എന്താ സംഭവമാണ്? നന്നായിട്ട് ഖുർആൻ ഓതുക ശരിക്കും നന്നായിട്ട് ഖുർആൻ ഓതുന്ന സമയത്ത് മുനാഫിക്കിനെ പറ്റി പറഞ്ഞത് നഖലുൽ ഹിജാറത്തി, ഒരു പാറ പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് മുനാഫിക്കിന് അസ്ഹലു മിൻ ഖിറാഅത്തിൽ ഖുർആൻ ഓതുന്നതിനേക്കാൾ ഓൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി. ഖുർആൻ ഓതാൻ എന്താ പണിയില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ഖുർആൻ ഓതാൻ എന്താ പണി? വലിയ പണിയൊന്നും. പക്ഷേ മുനാഫിക്കാണെങ്കിൽ അവന് അതിനേക്കാളും പാറ പൊന്തിക്കലാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. അപ്പൊ ഖുർആൻ ഓതാനുള്ള നമ്മളെ വൈമുഖ്യം, നമുക്കുള്ള മടി, നമ്മുടെ ഈമാന്റെ ദൗർബല്യമാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ ശരിക്കും നല്ല മധുരത്തോടുകൂടെ അനുഭവിച്ച് അയവിറക്കി നന്നായിട്ട് ഓതാനാ പറയണത്. അപ്പൊ നമുക്ക് കഴിയണം. പിന്നെ ദിക്ർ ചെല്ലാന്ന് പറഞ്ഞാൽ ചെല്ലാപ്പന്താ പണിയുള്ളത്? 1000 വട്ടം ദിക്ർ ചെല്ലണം പറഞ്ഞാൽ മാല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയി ചെല്ലാനൊരു പണിയില്ല. പക്ഷേ ആ ചെല്ലുന്നതിൽ മധുരം വേണമെന്ന് പറഞ്ഞു. ദിക്ർ ചെല്ലാന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് ചെല്ലാൻ ഒരുപാട് പിന്നെ പണിയൊന്നുമില്ല, അങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് പോയി യാസീൻ ഓതാന്ന് പറഞ്ഞാൽ എന്താ പണി? യാസീനാണ് തുടങ്ങിക്കഴിഞ്ഞാൽ തുർജൗൻ വരെ ഒന്നിച്ചാണ് എത്തണമെന്നുണ്ടെങ്കിൽ കാണാപ്പാട് പഠിച്ച ആദ്യത്തെ ദിവസം കുറച്ച് പണി ഉണ്ടാവും, ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഒരു പണി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഈസിയായി പോയി.
നമ്മൾ ചിലപ്പോൾ രാവിലെയൊക്കെ യാസീൻ ഓതാൻ കുത്തിരുന്ന് കഴിഞ്ഞാൽ കുറച്ചാണ് ചെല്ലുമ്പോൾ എവിടെ എത്തിയെന്ന് ആലോചിച്ച് ഇങ്ങനെ പിന്നെ അന്തം വിടും. എന്നാൽ പ്രശ്നം ഞങ്ങൾക്ക് തലക്കം തന്നെ തുടങ്ങാൻ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ വയക്കൂലിൻ്റെ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴേക്കാരും ആറ് ഒടുക്കലൊക്കെ ആലോചിച്ച് എവിടെ എത്തിയെന്ന് പിടുത്തം കിട്ടില്ല. ആയിക്കോട്ടെ തലക്കം തന്നെ തുടങ്ങാൻ കിട്ടും. ചിലപ്പോൾ 2 വട്ടം 3 വട്ടം 7 വട്ടമൊക്കെ ചിലപ്പോൾ യാസീനോന്ന് ചിലപ്പോൾ കാരണം അത്രയും ഈസി ആയി കഴിഞ്ഞാൽ പിന്നെ നാവൊരു ചെല്ലിപ്പാടിലായി മാറി. അതാ പറഞ്ഞു പിന്നെ മനസ്സറിയണില്ല. മധുരത്തോടുകൂടെ ദിക്റ് ചെയ്യണം. ശരിക്കും ദിക്റിൽ മാധുര്യം വേണം. ആ ദിക്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സ് ത്രസിച്ചുകൊണ്ടിരിക്കണം, മനസ്സ് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ദിക്റ് ചെയ്യുക. പിന്നെ നിസ്കരിക്കാൻ നമുക്ക് തരും പണിയില്ല. നിസ്കരിക്കാൻ എന്താ പണിയുള്ളത്? ആ കുട്ടികളൊക്കെ പള്ളി കയറിയിട്ട് കൊട്ടിപ്പടഞ്ഞിറങ്ങി പോകുന്നുണ്ട്. എന്താ നിസ്കരിക്കാൻ പണിയുള്ളത്? നിസ്കാരക്കാരെ കൂടുതലാണെന്നാണ് എല്ലാവരും പറയുന്നത്. പഴയ കാലത്തുമായിട്ടില്ല, ഇപ്പൊ പല ആൾക്കാരും നിസ്കാരക്കാർ കൂടുതലാണ്. നന്നായിട്ട് നിസ്കരിക്കേണ്ട കുട്ടികളല്ല വലിയവരെല്ലാവരും നന്നായിട്ട് നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ നിസ്കരിക്കുക എന്നുള്ളൊരു പണി മാത്രമായ പോരാ. നിസ്കാരത്തിൽ മധുരം വേണമെന്ന് മഹാനായ കാരണം ഈ നിസ്കാരം കൊണ്ട് തന്നെ നരകത്തിൽ കിടക്കുന്നു പറഞ്ഞു അല്ലാഹ്. പിന്നെ നിസ്കാരം കൊണ്ട് തന്നെ സ്വർഗത്തിൽ കിടക്കുന്നു പറഞ്ഞിട്ടുണ്ട്. രണ്ടും നിസ്കാരം തന്നെ. ചില നിസ്കാരം കൊണ്ട് നരകത്തിൽ കിടക്കും, ചില നിസ്കാരം കൊണ്ട് സ്വർഗത്തിൽ കിടക്കും. അതേതാ നരകത്തിൽ കിടക്കുന്ന നിസ്കാരം? സ്വർഗത്തിൽ കിടക്കുന്ന നിസ്കാരം പറഞ്ഞു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി. തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നല്ല ഭയഭക്തിയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ശരിക്കും നിസ്കരിച്ച ആളുകൾ അവർ വിജയിച്ചു പോയി. അപ്പോൾ വിജയിക്കുന്ന നിസ്കാരാണ്, മധുരമുള്ള നിസ്കാരാണ്. ഇപ്പുറത്ത് നമുക്ക് സാധാരണ പരിചയമുള്ള അറായത്തല്ലദീ യുക്കദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹ്ളു വലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ആ സൂറത്ത് ഫുള്ളായിട്ട് അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഇത് കുറച്ചെടുത്തിട്ട് നമ്മളെ വാദം തെളിയിക്കാൻ വേണ്ടി പറയണമെന്നല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യം അങ്ങനെ പറയാത്തത്. വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് കഠിനമായ ശിക്ഷയുള്ളത്. വൈലെന്ന് പറഞ്ഞാൽ നരകത്തിലൊരു ചെരു. ആ വൈലെന്ന ചെരുവിനെ പറ്റി പറയണത് മറ്റുള്ള നരകത്തിന്റെ ബാക്കിയുള്ള ചെരുവുകളൊക്കെ ഈ വൈലെന്ന ചെരുവിനെ തൊട്ട് കാവലിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഭയാനകമായ ചെരുവാണ് വൈലെന്ന് പറയുന്ന ചെരു. നരകം തന്നെ അതിനെപ്പറ്റി പറയേണ്ടതില്ല. നരകത്തിലുള്ള വൈലെന്ന ചെരുവിനെ പറ്റി മറ്റുള്ള എല്ലാ ചെരുവുകളും കാവലിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ വൈലെന്ന ചെരുവാണ് ആർക്കുള്ളത്? നിസ്കരിക്കുന്ന ആളുകൾക്കുള്ളത്. എങ്ങനത്തെ നിസ്കാരക്കാരാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരെങ്ങനെ അന്തം വിട്ട നിസ്കാരം അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലദീന ഹും യുറാഊന, അവർ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആഫിരികളെ പറ്റി പറഞ്ഞതേക്കാരം. നിസ്കരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ നരകം ഉണ്ടാവണം? അങ്ങനെയല്ല, നിസ്കരിക്കുന്ന ആൾക്കാർ തന്നെ. അതാണ് മുസ്ലിങ്ങളാണ്, നല്ല കാഫിരിങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും നിസ്കരിക്കാൻ ശ്രദ്ധയില്ലാത്ത കാഫിരിങ്ങളാണെന്ന് അങ്ങനെയല്ല പറയേണ്ടത്. വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് കഠോരമായ ശിക്ഷ.